ആടുജീവിതം, ദ ഗോഡ് ലൈഫ്, ബ്ലസ്സിയുടെ മാസ്റ്റർ പീസ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ബ്ലസ്സിയുടെ മാസ്റ്റർ പീസ് ആയിരിക്കും എന്നുള്ളത്. ബ്ലസ്സിയുടെ മാസ്റ്റർ പീസ് തന്നെയാണിത്. എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് വാക്കുകളില്ല. സത്യം പറയുകയാണെങ്കിൽ തരിച്ചിരുന്നു പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ ശരിക്കും ജീവിച്ച ആ ഒരു 3.5 വർഷം സ്ക്രീനിലേക്ക് നമ്മൾ കാണിച്ചു തരാണ്. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? സത്യം പറയുകയാണെങ്കിൽ തരിച്ചിരുന്നു പോകും നമ്മൾ. ആ ഒരു 3 മണിക്കൂർ 3 വർഷം കാണിക്കുന്ന ആ 3 മണിക്കൂർ കൊണ്ട് കാണിച്ചു തീർക്കുന്നുണ്ടെങ്കിലും സത്യം പറയുകയാണെങ്കിൽ തരിച്ചിരുന്നു പോയി. കണ്ണൊന്നും വെള്ളം വന്നു. നമ്മളത്രയും ഒന്നും പറയണ്ട. ഈ ഒരു സിനിമ നമ്മൾക്ക് മുന്നിലേക്ക് എത്തിച്ച നമ്മുടെ മലയാളികൾക്ക്, മലയാളി സിനിമയെ പ്രേമിക്കുന്ന, സിനിമയെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് നെഞ്ച് വിരിച്ച് മറ്റുള്ള ഇൻഡസ്ട്രി, നമ്മളെ മലയാള സിനിമ പ്രകൃതി പടം എന്ന് പറഞ്ഞ് പ്രകൃതി പടങ്ങൾ ഇറക്കുന്ന ഇൻഡസ്ട്രിയാണെന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുന്നവർക്ക് മുന്നിലേക്ക് ഒരു ഇൻ്റർനാഷണൽ ലെവൽ സാധനം കൊണ്ടുവന്ന് തന്നു നമുക്ക് അഹങ്കരിക്കാൻ പറ്റുന്ന ഒരു സാധനം ആടുജീവിതം. ബ്ലസ്സി സാറിന് വലിയൊരു ഹാറ്റ്സ് ഓഫ്. അതുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രയത്നിച്ച പൃഥ്വിരാജ്, മറ്റ് ഈ എല്ലാ ക്രൂ മെമ്പേഴ്സും, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വലിയൊരു സല്യൂട്ടാണ് കൊടുക്കാൻ പോകുന്നത്. കിഡിലൻ എക്സ്പീരിയൻസ്. ഞാൻ ആ കഥ വായിച്ചിട്ടില്ല. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു, ആടുജീവിതം എന്ന ഒരു കഥ ഞാൻ വായിച്ചിട്ടില്ല. കുറച്ച് വായിച്ചിട്ടുണ്ട്, കുറഞ്ഞ ഭാഗങ്ങളെ വായിച്ചിട്ടുള്ളൂ. പക്ഷേ ഫുള്ളായിട്ട് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു സിനിമ കാണാൻ. ഇൻ്റർവെൽ ആയ സമയത്ത് അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ആ വായിക്കുന്ന ഒരു ഫീൽ ഈ സിനിമയിൽ കിട്ടുന്നില്ല കേട്ടോ. ഞാനത് മൈൻഡ് ചെയ്തില്ല. സത്യം പറയുകയാണെങ്കിൽ ഞാനത് വായിച്ചില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സിനിമ കഴിഞ്ഞതിന് ശേഷം അവൻ എൻ്റെ അടുത്ത് വന്നു, ഗംഭീര സംഭവം കേട്ടോ, ബ്ലസ്സിയുടെ മാസ്റ്റർ പീസാണ്, കിഡിലൻ സംഭവം തന്നെ. പക്ഷേ അപ്പോഴും അവനൊരു കാര്യം പറഞ്ഞു, ആ കഥ വായിക്കുമ്പോൾ ശരിക്കും കരഞ്ഞു പോകും. നമ്മൾ കരഞ്ഞുകൊണ്ടേ ആ ഒരു കഥ വായിക്കാൻ പറ്റുള്ളൂ. സത്യം പറയാൻ ഞാനും ചെയറിലിരുന്നിട്ട് സിനിമ കാണുവാൻ കരയായിരുന്നു. അത്രയും ഗംഭീരമായി നമ്മളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് ബ്ലസ്സി. അതിലും ഗംഭീരമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് പൃഥ്വിരാജ്. ഒരു രക്ഷയില്ല. സമയം പോകുന്ന അറിയാം. 3 മണിക്കൂറിൻ്റെ സിനിമ വളരെ സ്ലോലി, അധികം ഡയലോഗ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിങ്ങനെ നമ്മളും ആ ഒരു യാത്രയിൽ ഇങ്ങനെ പോവുകയാണ്. പറയാനൊന്നുമില്ല, കൂടുതൽ പറയാനില്ല. നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ആസ്വദിക്കുക. സൂപ്പർ. ഓരോ ഫ്രെയിംസൊക്കെ കെയു മോഹനാണ് ഇതിൻ്റെ ക്യാമറ. ഓരോ ഫ്രെയിംസൊക്കെ എമ്മാരിയാണ്. ഇൻട്രോയിൽ കഴിഞ്ഞ പാടൊരു ഷോട്ടുണ്ട്, പിന്നെ ആ ഒരു ആകാശം കാഴ്ച താഴ്ന്ന് മുകളിലോട്ടുള്ള ആ ഒരു ആടിങ്ങനെ നെയ്ഞ്ഞു പോകുന്നത്. അയ്യോ സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഇവരൊക്കെ എടുത്ത് പറയേണ്ട കാര്യം, വേറൊരു നായകനെ കൂടി, ഗോകുൽ എന്ന് പറഞ്ഞൊരു ഒരു നായകനുണ്ട്. ഹക്കീം എന്ന് പറഞ്ഞ കഥാപാത്രം, നമ്മുടെ നജീബിൻ്റെ കൂടെ തന്നെ ഗൾഫിലേക്ക് വന്ന ഹക്കീം എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്ത ഗോകുൽ. സൂപ്പർ. ഞാൻ ആദ്യമായിട്ട് കാണാണ് അവനെ ഒരു സിനിമയിൽ. എനിക്കറിയില്ല, ഞാൻ ഓഡിയോ ലോഞ്ചിൻ്റെ സമയത്ത് കണ്ടിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് അവനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു, എന്താണ് സംഭവം, അത് കാണണമല്ലോ എന്നുള്ള വിചാരിച്ചു. കിടിലായിരുന്നു. അവൻ്റെ പെർഫോമൻസ് സൂപ്പറായിരുന്നു. പിന്നെ അമല പോൾ ഇൻ്റർവെൽ വരെ കുറഞ്ഞ സീൻ, ആ കഥ പറഞ്ഞു പോകുന്ന ഇടയ്ക്ക് ഒരു പച്ചപ്പ് നമ്മളെ ഫുൾ മരുഭൂമിയാണ്, അതിൻ്റെ ഇടയിലേക്ക് ഒരു പച്ചപ്പ് കാണിക്കുന്നത് ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ഓർക്കുന്നത്, തൻ്റെ പിന്നെ പ്രണയിനിയായ തൻ്റെ ഭാര്യയെ ഓർക്കുന്ന ആ ഒരു സമയത്താണ് കുറച്ച് പച്ചപ്പായിട്ടുള്ള സംഭവം കാണുന്നത്. ബാക്കി ഫുള്ള് മരുഭൂമിയാണ്. കണ്ടു നോക്കുക. കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല ഈ സിനിമയെക്കുറിച്ച്. മാസ്റ്റർ പീസ്. മലയാള സിനിമയിൽ ഇതുവരെ നമ്മൾ കാണാത്ത, മലയാള സിനിമയിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഇൻ്റർനാഷണൽ ലെവൽ സാധനം. കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ബ്ലസ്സിയുടെ ആ ഒരു 16 വർഷത്തെ ആ ഒരു പ്രയാണം ഫലിച്ചു. അതായത് ഫെയിൽ ആവില്ല, 100% ഉറപ്പ്. ഒരു ഓസ്കാർ ലെവൽ പടം തന്നെ പറയാം. ഒരു ഓസ്കാർ തന്നെ ഈ സിനിമയിൽ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്രയും ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ ഈ സിനിമ കണ്ട് വണ്ടടിച്ചിരിക്കുകയാണ്. വേറൊരു കാര്യം, സിനിമ മാത്രമല്ല, സിനിമ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു പോയൊരു സംഭവം എന്താ വെച്ചാൽ, ആ നജീബ് അദ്ദേഹം ആ ഒരു 3 വർഷം അനുഭവിച്ച യാതനകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇത്രയും
ഇത്രയും യാതനകൾ അനുഭവിച്ചിട്ടാണ് അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടുള്ളത്. പക്ഷേ രക്ഷപ്പെട്ട് നാട്ടിലെത്തിക്കഴിഞ്ഞിട്ടും അദ്ദേഹം ഇതിൽ നിന്ന് റിക്കവറാകാൻ എത്ര കാലം എടുത്തു എന്നുള്ളത് ദൈവത്തിനറിയാം. അദ്ദേഹത്തിനോട് എന്നെ ചോദിച്ച് മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ കുറേ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിനു വേണ്ടിയിട്ടായിരുന്നു കാത്തിരുന്നത്. പിന്നെ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും സീനുകളൊക്കെ ഉണ്ടാവും വിചാരിച്ചു ക്ലൈമാക്സിൽ. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സിനിമയിൽ കാണിച്ചില്ല. എന്നാലും പെട്ടെന്ന്, അതായത് ഞാൻ പറഞ്ഞില്ലേ 3 മണിക്കൂർ സിനിമയുടെ ദൈർഘ്യമുണ്ട്. പക്ഷേ സിനിമ പെട്ടെന്ന് തീർന്നു പോയതുപോലെ ഒരു ഫീലും തോന്നി സിനിമ കഴിഞ്ഞപ്പോൾ. കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന രീതിയിലുള്ള സംഭവങ്ങളായിരുന്നു. എന്തായാലും കണ്ടുവെക്കുക, ഒരു ഗംഭീര അനുഭവമായിരുന്നു സിനിമ. കിടിലൻ കൂടുതലൊന്നും പറയുന്നില്ല. തരിച്ചിരുന്നു പോകും നമ്മൾ ആ 3 മണിക്കൂർ. അയ്യോ, പിന്നെ പൃഥ്വിരാജിൻ്റെ ഒരു സീനുണ്ട്, ഫുള്ളായിട്ട് അവൻ്റെ ആ ഒരു മെലിഞ്ഞ ശരീരം കാണിക്കുന്ന ഒരു സീന്. അയ്യോ, നമ്മൾ ഇങ്ങനെ തലയെ കൈ വെച്ച് ഇങ്ങനെ നോക്കി നിന്ന് പോകും. പിന്നെ അതുപോലെ ഒരുപാട് സീനുകളുണ്ട് കേട്ടോ. പൃഥ്വിരാജ് പറഞ്ഞത് ഇത്രയും കാലം കണ്ട സിനിമയിലെ പൃഥ്വിരാജ് എന്ന ഒരു കഥാപാത്രം നിങ്ങൾ കാണില്ല ഈ സിനിമയിൽ എന്നുള്ളത്. അത് സത്യമാണ്. പൃഥ്വിരാജിനെ നമ്മളതിൽ കാണില്ല. നമ്മൾ കാണുന്നത് നജീബിനെ തന്നെയാണ്. എനിക്കൊന്നും പറയുന്നില്ല. കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെ കൂടി പോകും. നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, റിവ്യൂസ് കാര്യങ്ങളൊന്നും കാണാൻ നിൽക്കണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുക്കുക, പോയി കാണുക, കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.